ഹലോ, വെൽക്കം ടു ലൈല ടീച്ചേഴ്സ് വേൾഡ്. ഈ ടീച്ചർ ഇവിടെ എടുക്കുന്ന ക്ലാസ് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ലെസൺ 2 നദീതട സംസ്കാരങ്ങളിലൂടെ ദ റിവർ വാലി സിവിലൈസേഷൻസ്. 1856 മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്ക് ഒരു റെയിൽപാത പണിയുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും ആ പാതയുടെ നിർമ്മാണത്തിൽ മണ്ണിന് ഉറപ്പ് തീരെ ഇല്ലാതിരിക്കുകയും കുറെ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ചുട്ട ഇഷ്ടികകൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചുട്ട ഇഷ്ടിക കൊണ്ട് റെയിൽ പാത നിർമ്മിക്കുകയും ചെയ്തു. ഇത് ഏതോ ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടമായിരുന്നുവെന്ന് അന്ന് ആ എഞ്ചിനീയർമാർക്ക് അറിയില്ലായിരുന്നു. ഇത് പിന്നീട് കണ്ടുപിടിച്ചത് 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലത്ത് നടന്ന ഉത്ഖനനത്തിൽ നിന്നാണ്. ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ അവശിഷ്ടമായിരുന്നു ആ ഇഷ്ടികകളെന്ന് മനസ്സിലാക്കി സർ ജോൺ മാർഷൽ. സിന്ധു എവിടെയായിരുന്നു ഈ സംസ്കാരം നിലനിന്നിരുന്നത്? സിന്ധു നദിയുടെയും അതിൻ്റെ കൈവരികളുടെയും തീരത്തെ പ്രദേശങ്ങളിൽ. അതുകൊണ്ട് ഈ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരമെന്ന് അറിയപ്പെട്ടു. The excavations revealed that a civilization had existed in the valleys of the river Indus and its tributaries. So it is known as Indus Valley Civilization. ആദ്യത്തെ ഉത്ഖനനം നടന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹിനിയായിരുന്നു. The first excavation was conducted in Harappa in the present Pakistan. It was led by ദയാറാം സാഹിനി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഹരപ്പയിൽ നിന്നും ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരമെന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ഹരപ്പൻ സംസ്കാരമെന്ന് വിളിക്കുന്നുവെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാകിസ്ഥാനിലെ തന്നെ മോഹൻജൊദാരോവിൽ ഉത്ഖനനം നടത്തിയത് R.D. ബാനർജി ആയിരുന്നു. R.D. ബാനർജി who led the excavations in Mohenjo-daro in the present Pakistan. സോ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. ദ ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാർഷൽ, ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ R.D. ബാനർജി, മോഹൻജൊദാരോ ദയാറാം സാഹിനി, ഹരപ്പയിൽ ഉത്ഖനനം നടത്തി, കണ്ടക്റ്റഡ് എക്സ്കവേഷൻസ് ഇൻ ഹരപ്പ. എവിടം മുതൽ എവിടെ വരെയായിരുന്നു ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്? പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു. The Harappan civilization stretched across the region ranging from the western part of Pakistan to Alamgirpur in Uttar Pradesh and in the north from Kashmir to Narmada Valley in the south. ഏത് കാലഘട്ടത്തിലായിരുന്നു ഇത് നിലനിന്നിരുന്നത്? The period of this civilization, it is placed between BCE 2700 and BCE 1700. BCE 2700 മുതൽ BCE 1700 വരെയാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഇവിടെ നമുക്ക് ചിത്രം കാണാം. ഒരു മാപ്പിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എവിടെയെല്ലാമായിരുന്നു എന്ന് മാപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാകും. സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രം രാജ്യം തന്നിട്ടുണ്ട്. ഹരപ്പ പാകിസ്ഥാൻ, മോഹൻജൊദാരോ പാകിസ്ഥാൻ, സുത്കാജന്തോർ പാകിസ്ഥാൻ, അലംഗീർപൂർ ഇന്ത്യ, ബനവാലി ഇന്ത്യ, കാലിബംഗൻ ഇന്ത്യ, ലോഥൽ ഇന്ത്യ, ധോളാവീര ഇന്ത്യ, രംഗ്പൂർ ഇന്ത്യ, ഷോട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ. എന്തായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരത്തിന്റെ സവിശേഷതകൾ? പ്രധാനപ്പെട്ട സവിശേഷത ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു. ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചായിരുന്നു ഹരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു. കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചത് ചുട്ട ഇഷ്ടികകൾ കൊണ്ടായിരുന്നു. The key feature of the Harappan cities was the use of hard burnt bricks. All buildings were built of burnt bricks. Three important cities in this civilization,
ഹരപ്പ, മോഹൻജദാരോ ആൻഡ് ലോഥൽ. മോഹൻജദാരോ, ലോഥൽ, ഹരപ്പ ഈ 3 നഗരങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. The cities of Harappa, Mohenjo-daro and Lothal all had 2 parts. ഹരപ്പയിലെ നഗരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നഗരത്തെ 2 ഭാഗങ്ങളായി തരംതിരിച്ചു. ഒന്ന് പടിഞ്ഞാറ് ഭാഗമെന്നും മറ്റൊന്ന് കിഴക്ക് ഭാഗമെന്നും. പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ച്. പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരുന്നു, അവിടെ ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ചത്. അവിടെ വലിയൊരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു അസംബ്ലി ഹാളാണെന്ന്. The part of the city to the west was higher. It was used by the administrators. The ruins of a big building, probably an assembly hall, were discovered here. കിഴക്ക് ഭാഗം, നഗരത്തിൻ്റെ കിഴക്ക് ഭാഗം താഴ്ന്ന ഭാഗമായിരുന്നു. അത് സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്നു. വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. The part of the city to the east was lower and was inhabited by the common people. The ruins of many buildings that might have been houses were unearthed here. അവരുടെ വീടുകളെക്കുറിച്ച് ആ ചിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചത്. ആസൂത്രിതമായിരുന്നു അവരുടെ തെരുവുകളും വീടുകളുടെയും നിർമ്മാണം. വീടുകൾ പല വലിപ്പത്തിലുള്ളതും പല ഘടനയിലുള്ളതുമായിരുന്നു. ചില വീടുകൾ ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലത് കൂടുതൽ മുറികൾ ഉണ്ടായിരുന്നു. വിശാലമായ മുറ്റവും കിണറുകളും ഉണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു. ഹൗസസ് were built along both sides of planned street. They were of varying structures. Some houses had only one room. Others had more rooms, a courtyard and a well. Every house had a toilet. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അഴുക്കുചാലുകളുടെ നിർമ്മാണം. വീടുകളിൽ നിന്നും ചിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും അഴുക്കുചാൽ സംവിധാനം. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ചാലുകൾ നിർമ്മിച്ചത് ചുട്ട ഇഷ്ടികകൾ കൊണ്ടായിരുന്നു. സ്ലാബുകൾ ഉപയോഗിച്ച് ചാലുകൾ മൂടിയിരുന്നു. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും മികച്ച അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. The drainage system was another feature of these cities. The wastewater from the houses was let out into the drains. These drains were connected to the main drain of the street. The drains were built of burnt bricks and it was covered with stone slabs. Effective drainage system existed even in small towns and villages. ചിത്രത്തിൽ നമ്മൾക്ക് വലിയൊരു കുളത്തിൻ്റെ ചിത്രം കാണാം. മോഹൻജദാരോവിൽ നിന്ന് ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. ഇത് ആ കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്. ഈ കുളം നിർമ്മിച്ചത് പൂർണ്ണമായും ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. എ ഗ്രേറ്റ് ടാങ്ക് ഇൻ മോഹൻജദാരോ, ഇറ്റ് വാസ് കോൾഡ് ദ ഗ്രേറ്റ് ബാത്ത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം മോഹൻജദാരോ. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പീരിയഡ്. It was built entirely with burned brick. ധാന്യപ്പുരകൾ കൃഷി. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു അവശിഷ്ടമായിരുന്നു ധാന്യപ്പുരകൾ. എന്തിനു വേണ്ടിയായിരുന്നു ധാന്യപ്പുരകളുടെ നിർമ്മാണം? ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. വലിയ കെട്ടിടങ്ങളായിരുന്നു അവ. ഏതെല്ലാം ധാന്യങ്ങളാണ് അവിടെ കൃഷി ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തു. നെല്ല് കൃഷി ചെയ്ത 2 സ്ഥലങ്ങളാണ് ഗുജറാത്തിലെ റംഗ്പൂറും ലോഥലും. പരുത്തിയും ആളുകൾ കൃഷി ചെയ്തിരുന്നു. നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണ ആവശ്യത്തിനും തൊഴിലുകൾക്കുമായി ഗ്രാമങ്ങളെ ആശ്രയിച്ചു. നഗരത്തിലെ ഉൽപ്പന്നങ്ങളുടെ പ്രധാനപ്പെട്ട വിപണിയും ഗ്രാമങ്ങളായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് അവിടുത്തെ ഗ്രാമങ്ങൾ വഹിച്ച പങ്ക് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The granaries were significant among the ruins discovered from Harappa. These granaries were big buildings with the facility to dry and store grains. We get the remains of wheat, barley, millets, sesame, pulses from there.
Rangpur and Lothal, we get the evidence of rice cultivation. Cotton also was cultivated. The urban folk, Nagara Vasigal, depended upon the villages for food and work. The villages were the major market for the urban product. The role played by the villages in the existence of the Harappan civilization. കൃഷിഭൂമികൾ വളരെ ഫലപുഷ്ടമായിരുന്നു. നമ്മൾക്കറിയാം, നദീതട സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന ഫലപുഷ്ടമായ എക്കൽ മണ്ണുകളാണ് ഈ പ്രദേശങ്ങളെ ഫലപുഷ്ടമാക്കുന്നതെന്ന് നമ്മൾക്കറിയാം. ഇവിടെ സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണാണ് ഈ പ്രദേശങ്ങളെ ഫലപുഷ്ടമാക്കിയത്. രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപം ലഭിച്ചിട്ടുണ്ട്. ജലസേചനത്തിനു വേണ്ടി കനാലുകൾ നിർമ്മിച്ചു. അവിടെ ചിത്രത്തിൽ നമ്മൾക്ക് കളിമൺ കലപ്പയും ജീവികളുടെ കളിമൺ രൂപങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയും. കൃഷിക്കൊപ്പം മൃഗപരിപാലനവും നിലനിന്നിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവരെ കാളയും ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയും വളർത്തിയിരുന്നു. The agricultural fields in the villages were fertile because of the alluvial soil deposited by the river Indus. It made the field fertile. In Kalibangan in Rajasthan, farming was done by ploughing the land. The figures of plough made of clay were discovered from Kalibangan. They constructed canals also for irrigation. The animal husbandry also existed. Plenty of animal bones have been unearthed from there. The figures of rhinoceros and elephants made of clay have been found. They reared ox, goat, pig and sheep. ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു. കൂടാതെ തന്നെ നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യവും അവിടെ സൂക്ഷിച്ചു. ധാന്യപ്പുരകളിൽ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭിച്ചു. മെച്ചപ്പെട്ടൊരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ. ഹരപ്പയിലെ ധാന്യ സംഭരണശാലകൾ അക്കാലത്തെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത്? The surplus agricultural products were stored in the granary. The grains collected in the form of revenue were kept there. The grains thus stored were made available to the public. Such granaries are the evidence for the existence of an efficient administrative system. അടുത്തത് കച്ചവടമാണ്. നമ്മൾക്കറിയാം, കച്ചവട ഉൽപ്പന്നങ്ങൾ മിച്ചം വന്നത് സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ കൈമാറ്റത്തിനായി കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചു. അവർ കച്ചവടത്തിൽ ഏർപ്പെട്ടു. മെലൂഹ എന്ന പ്രദേശത്തെ കുറിച്ച് മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതത്തിൽ നിന്നും അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മെലൂഹ ഹാരപ്പയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഹരപ്പയിൽ നിന്ന് ലഭിച്ച മെസൊപ്പൊട്ടേമിയൻ മുദ്രകളും ഈ കച്ചവട ബന്ധത്തിന് തെളിവാണ്. കടൽ വഴിയും അവർ വാണിജ്യ കേന്ദ്രത്തിൽ ഏർപ്പെട്ടു അങ്ങനെയുള്ള ഒന്നായിരുന്നു ലോഥാൽ ആയിരുന്നു. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങളും കടൽ വഴിയുള്ള കച്ചവടത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്. The agricultural progress led to surplus production and storage of grains. Accurate weights and measures were used for exchanging of stored products. Weighing and measuring tools have been unearthed there. The inscriptions from Mesopotamia revealed that they have trade relation with the Meluha. Meluha is probably Harappa. The Mesopotamian seals found from Harappa provide evidence for the trade link. One of the maritime trade centers was Lothal. The clay models of sailing ships obtained from Lothal. The seals widely found from the Indus Valley sites were probably used for the purpose of trade. No evidence for the use of coins. They collected copper from the mines of Khetri in the present Rajasthan and tin from the Afghanistan and Central Asia. Copper was mixed with tin to produce bronze. They made tools and weapons using bronze.
Since bronze was widely used in the Harappan civilization, it came to be known as Bronze Age civilization, വെങ്കലയുഗ സംസ്കാരം. സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളം മുദ്രകൾ ലഭിച്ചു. ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം മുദ്രകൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു. നാണയങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്ന് അവർ ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും അവർ ശേഖരിച്ചു. ചെമ്പും വെളുത്തീയവും ചേർത്ത് വെങ്കലം നിർമ്മിച്ചു. വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു. വെങ്കലത്തിൻ്റെ ഉപയോഗം ഹരപ്പൻ സംസ്കാരത്തിന് വെങ്കലയുഗ സംസ്കാരമെന്ന് പേര് നേടിക്കൊടുത്തു. ഹരപ്പൻ ജനതയുടെ കച്ചവട ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന തെളിവുകൾ എന്തെല്ലാം? കരകൗശല വസ്തുക്കളും തൊഴിൽ കൂട്ടങ്ങളും. ചിത്രത്തിൽ നമ്മൾക്ക് ആഭരണങ്ങളുടെയും കളിമൺ വണ്ടികളുടെയും ചിത്രം കാണാൻ കഴിയും. ഹരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണമാണ്. മൺപാത്ര നിർമ്മാണത്തിനായി ചൂളകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. മൺപാത്രങ്ങളിൽ അവർ അലങ്കാരപ്പണികൾ നടത്തി. കളിമണ്ണിൽ മൃഗരൂപങ്ങൾ നിർമ്മിച്ചു. സ്ത്രീ പുരുഷങ്ങളും വണ്ടികളുടെ രൂപങ്ങളും ലഭിച്ചു. ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു. ലോഥാലിൽ നിന്ന് മുത്തുനിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവയുപയോഗിച്ച് വളകൾ നിർമ്മിച്ചു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ഹരപ്പൻ ജനത ആയുധ നിർമ്മാണത്തിൽ പ്രാവീണ്യം തെളിയിച്ചില്ല. The seals, clay figures, utensils, ornaments dug out from Harappa bear witness to their craftsmanship. The ruins of kilns where pottery was produced have been dug out. Ornamental works were done on clay pots. Animal figures were molded from clay. Figures of men and women and cards have also uncovered there. Copper, bronze and gold were used to make ornaments. Bangles were made from clay, bronze and tortoise shells. The artistic skill of the Harappan is reflected in the seals they made. The seals were made from clay and stones. The statue of a dancing girl found from Mohenjo-daro is an example of their artistic. ഹരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാകുന്ന മുദ്രകളുടെ നിർമ്മിതിയിലാണ്. കളിമണ്ണും ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ചു. മോഹൻജൊദാരോവിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ പ്രതിമ ചിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും, ഉദാഹരണമാണ്. ഇക്കാലത്ത് തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വിവിധ തരം കരകൗശല വസ്തുക്കൾ. ചില മുദ്രകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത്തരം മുദ്രകളിൽ ചില ലിപികൾ കാണുന്നുണ്ട്. അവിടുത്തെ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് ശൈലി ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. From the picture, we can understand that a few seals found from the Indus Valley sites, the Harappans had their own script. ഹരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ നിന്നും അക്കാലത്തെ ജനങ്ങളുടെ വിശ്വാസ രീതികളെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നു. കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീരൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് മാതൃദൈവ ആരാധന നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ്. ഫലപുഷ്ടതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത്. പുരുഷരൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവൻ്റെയും ശില്പങ്ങളാണെന്ന് പറയപ്പെടുന്നു. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അവർ ആരാധിച്ചു. മോഹൻജൊദാരോവിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്ന് കരുതുന്നു. The seals found from Harappa provide information about the belief system. Clay figures of women have widely discovered. It proved that the existence of worshipping the mother goddess that is in connection with the fertility of the soil. Figures of men found from Harappan sites are early form of Shiva, Proto-Shiva. They also worshipped animals and trees. The Great Bath in Mohenjo-daro, it has been used for religious ceremonies. What were the causes of the fall of Harappan civilization? ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുണ്ടായ കാരണമെന്തല്ല? ഏകദേശം 1700 BCEയോടുകൂടി ഹരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ: 1, സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. What were the causes for the decline of Harappan civilization? Flood,
external invasion, deforestation, decline of agricultural sector, epidemics. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.